അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ നവംബർ 1-നകം 2500 ശൗചാലയങ്ങൾ നിർമ്മിക്കുമെന്ന ചീഫ് സെക്രട്ടറി എം.എസ്. വിജയാനന്ദ ഐ.എ.എസ്. മേഖലയിലെ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് പരിഹരിക്കാനും പാലക്കാട് നടന്ന അട്ടപ്പാടി അവലോകന യോഗത്തിൽ തീരുമാനമായി. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി പങ്കെടുത്ത പ്രത്യേക അവലോകന യോഗത്തിൽ വിലയിരുത്തി. പ്രധാനമായും പ്രദേശത്തെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ തന്നെയാണ് ചർച്ചയായത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ കാണുന്ന പോഷകാഹാരക്കുറവ് ശാശ്വതമായി പരിഹരിക്കാൻ ട്രൈബൽ അഗ്രികൾച്ചർ പദ്ധതി നടപ്പിലാക്കും. ഇപ്പോൾ നിലവിലുള്ള സമൂഹ അടുക്കള പദ്ധതി കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് മന്ത്രി എ.കെ. ബാലൻ മുൻപ് പങ്കെടുത്ത അവലോകന യോഗത്തിൽ വിലയിരുത്തിയിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ആദിവാസി ഊരുകളിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2500 ശൗചാലയങ്ങൾ നവംബർ 1-നകം നിർമ്മിച്ചു നൽകും. 15,000 രൂപയാണ് ഇവയിൽ ഒന്നിന് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത്. 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഉപയോഗിച്ചായിരിക്കും ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നത്. അട്ടപ്പാടിയിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി എം.എസ്. വിജയാനന്ദ ഐ.എ.എസ്. പറഞ്ഞു. അട്ടപ്പാടിയിൽ വന്ന പ്രശ്നം ഫണ്ട്സിന്റെ പ്രശ്നമല്ല, ഈ പ്ലാനിങ്ങിന്റെ പ്രശ്നമല്ല, ഇത് സിങ്കണൈസേഷൻ നടന്നില്ല, സംയോജനം നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല പ്ലാനും 2014-15 പാളിപ്പോയി. ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന് മുൻപിലുള്ള അജണ്ട. അട്ടപ്പാടിയിലെ പഴയ പട്ടയങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് മാനസിക വൈകല്യമുള്ളവരെ കണ്ടെത്തി ആവശ്യമായ ചികിത്സ നൽകാൻ സർവേ നടത്തുമെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന അട്ടപ്പാടി അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ പി. മേരിക്കുട്ടി, ഒറ്റപ്പാലം സബ് കളക്ടർ പി. ബി. നൂഹ അടക്കമുള്ള വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.